പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് വീഡിയോ ഇടാൻ കാരണം എനിക്ക് പ്രയോജനപ്പെട്ട ഒരു കാര്യം ഇന്നുണ്ടായി. അപ്പം ഇങ്ങനെ എനിക്ക് ഒരു നല്ലൊരു കാര്യമായി തോന്നിയതുകൊണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കൃഷിഭവനിൽ നിന്നും ഇങ്ങനെ പച്ചക്കറി തൈകൾ കിട്ടി, ചട്ടി കിട്ടി, അപ്പം അത് ഇത്ര രൂപ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇന്നും എനിക്ക് കൃഷിഭവനിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അതിനു മുന്നേ കിട്ടിയത് നമുക്ക് 4 ഫലവൃക്ഷ തൈകളാണ് നമുക്ക് കിട്ടിയത്. ഒരു പ്ലാവ്, സിന്ദൂർ എന്ന് പറഞ്ഞൊരു പ്ലാവ്, ഒരു മാവ്, ഒരു മാങ്കോസ്റ്റിൻ, ഒരു ചുവന്ന പേരയാണ് നമുക്ക് കിട്ടിയത്. പിങ്ക് പേരയാണ് നമുക്ക് കിട്ടിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1000 രൂപയുടെ അടുക്കെ വില വരുമെന്ന് തോന്നുന്നു. എനിക്ക് ഈ പ്ലാവൊക്കെ എന്ന് പറഞ്ഞാൽ 200-250 രൂപയൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ അതിന് വില വരുന്നത് ഒരു പ്ലാവും തൈക്ക്. അപ്പോൾ ഈ 4 സാധനങ്ങളും കൂടി നമുക്ക് 250 രൂപയ്ക്കാണ് കിട്ടിയത്. ഞാൻ അന്ന് പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഗ്രാമസഭ വിളിച്ചപ്പോഴത്തേക്കും ഗ്രാമസഭകളിൽ അപേക്ഷകൾ വെക്കാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു 10-12 കൂട്ടത്തിനുള്ള അപേക്ഷ വെക്കാമെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ഒരു പ്രത്യേകത, ഞാൻ ഗ്രാമസഭയിൽ പോയാൽ ഒന്നും നോക്കിയാലേ എനിക്ക് പറ്റണതാണോ പറ്റാത്തതാണോ ഒന്നും നോക്കിയാൽ എല്ലാത്തിനും അപേക്ഷ അങ്ങ് വെച്ചേക്കും. അനുവദിക്കട്ടെ എന്ന് വിചാരിച്ച്. മിക്കപ്പോഴും തന്നെ എനിക്ക് ഈ പച്ചക്കറിയുടെ സംഭവങ്ങളൊക്കെ എപ്പോഴും എനിക്ക് തന്നെ കിട്ടാറുണ്ട് കേട്ടോ, നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ വെള്ളൂർ ഗ്രാമപഞ്ചായത്താണ്. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ 12-ാം വാർഡാണ്. 12-ാം വാർഡിൽ 11 പേർക്കാണ് ഇത് അനുവദിച്ചത്. അതിലൊരാൾ ഞാനുമാണ്. അപ്പം എനിക്ക് 4 കൂട്ടം സംഭവങ്ങൾ കിട്ടി. അപ്പോൾ ഇത് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇത് നടുന്നതും മറ്റു വീഡിയോസും എല്ലാം ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. അപ്പം കിട്ടിയത് ഞാനിനി ഓരോന്നെടുത്ത് കാണിക്കാനാണെങ്കിൽ നല്ല തൈകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിയാനൊന്നും പോയില്ല. ഇതുപോലൊരു പ്ലാവ്, മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാട്ടോ, കോട്ടൂർക്കോണാണേ മാവ്. പിന്നെ ഒരു മാങ്കോസ്റ്റിൻ, ഒരു പേര. ഇതാണ് നമുക്ക് കിട്ടിയത്. പ്ലാവ് സിന്ദൂർ എന്ന് പറഞ്ഞാണ്. പിന്നെ തായ്വാൻ പിങ്ക് ഗുവയാണ് നമുക്ക് പേര കിട്ടിയേക്കുന്നത്. മാങ്കോസ്റ്റിന് മാത്രമേ പേരുള്ളതിന്. പിന്നെ ഇതാണ് അതിൻ്റെ ആ ഒരു തന്നിരിക്കുന്ന സംഭവം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ പ്ലാവിനെ കുറിച്ചൊരു സംഭവം പറയാനുള്ളത്, ഞാൻ ഈ പ്ലാവ് എനിക്കൊരു 5 വർഷം മുന്നേ ഇതുപോലത്തെ ഈ ചെറുപ്പത്തിലേക്ക് അയക്കുന്ന ഇങ്ങനത്തെ പ്ലാവ് ഒരു 5 എണ്ണം എൻ്റെ അച്ഛൻ കൊണ്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് കുഴിച്ചു വെക്ക്, ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ ചക്ക ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. 1 വർഷത്തിനുള്ളിൽ എന്തായാലും ചക്ക തിന്നാമെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ്, ആവശ്യത്തിൽ കൂടുതൽ പ്ലാവുണ്ട്, ഇനി ഈ സ്ഥലം മുഴുവൻ പ്ലാവ് വെച്ച് പിടിപ്പിക്കാനാണോ എന്ന് ചോദിച്ച്. പക്ഷേ അന്ന് വെച്ച് എല്ലാവരുടെയും വീട്ടിൽ 365 ദിവസവും ചക്ക ഉണ്ടെന്നുള്ളതാണ് സത്യം. എന്നാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലാവ് വെക്കുകയാണെങ്കിൽ അധികം സ്ഥലവും പോവില്ല, നമുക്ക് എപ്പോഴും തന്നെ ചക്ക ഉണ്ടാവും. പിന്നെ നമ്മളത് നോക്കിയും കണ്ടും ചെയ്യണമെന്ന് മാത്രം. ഒത്തിരി ചക്ക ഉണ്ടാവുമ്പോഴത്തേക്കും മൂപ്പിക്കാനായിട്ട് 1-2 എണ്ണം ഇട്ടുണ്ട്. ആ പ്ലാവിൻ്റെ ആരോഗ്യവും അതിൻ്റെ ആ ഒരു ചക്ക അതിനകത്ത് എത്ര കിടക്കും എന്നുള്ള പരിധി നോക്കിയും കണ്ടും നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരു ഇത് തരുന്നതാണ് ഈ പ്ലാവ്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഒരു എണ്ണം എനിക്ക് മേടിച്ച് വെക്കണമെന്നും പറഞ്ഞിരുന്ന സമയത്ത് തന്നെയാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ എൻ്റെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മുടെ ഈ പറമ്പിലെ മരങ്ങളൊക്കെ മുറിച്ച കൂട്ടത്തിൽ ഒത്തിരി സാധനങ്ങളെല്ലാം നമ്മുടെ പോയിരുന്നു. അപ്പോൾ എനിക്ക് മാവാണെങ്കിൽ തന്നെ ഒരു മാവേ ഉള്ളൂ. ആ മാവ് നല്ല ഭംഗിയായിട്ട് വെട്ടിക്കളഞ്ഞത് കാരണം ഈ പ്രാവശ്യം അധികം പൂത്തിട്ടില്ല. ഇല്ലെങ്കിൽ നന്നായിട്ട് പൂക്കുന്നൊരു മാവായിരുന്നു, പക്ഷേ മാവും ഇല്ല. അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇതെല്ലാം നടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രാമസഭകൾ വിട്ടുകളയരുത്. ഗ്രാമസഭകളിൽ പ്രത്യേകം അപേക്ഷ കൊടുക്കുക. 2 ഗ്രാമസഭകളാണ് ഒരു വർഷം നമുക്കുള്ളത്. ഒന്ന് ഇങ്ങനെയുള്ളതിൻ്റെ അപേക്ഷകൾ എടുക്കുന്ന ഒരു ഗ്രാമസഭ, പിന്നെ മറ്റ് ഈ
ഈ ടെൻഡറൊക്കെ പാലം അങ്ങനെ ഓരോ ഇതിൻ്റെയൊക്കെ ഇത് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഗ്രാമസഭ 2 അതിൻ്റെ 2 ഗ്രാമസഭകളിലും ഞാൻ പോകാറുണ്ട്. പക്ഷേ ഞാൻ ഈ അപേക്ഷ കൊടുക്കുന്ന ഇങ്ങനെ അപേക്ഷ കൊടുക്കുന്ന ഗ്രാമസഭകളിലാണ് കൂടുതൽ പോയത്. എൻ്റേതായ ആവശ്യം എനിക്ക് ഈ കൃഷി ഇങ്ങനെ പച്ചക്കറി നമ്മുടെ കോഴി ആട് അങ്ങനെയുള്ള സംഭവങ്ങളോടുള്ള ഇതുള്ള കാരണം അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ അപേക്ഷ കൊടുക്കാൻ ഞാൻ പോകാറുണ്ട്, ഞാൻ ചെയ്യാറുമുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഗ്രാമസഭകളിലൊക്കെ പോയി നമുക്ക് കിട്ടുന്നത് ഇത് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 1000 രൂപയുടെ അടുക്കെ നമുക്ക് എന്തായാലും വരും, 250 രൂപ. ചില സമയങ്ങളിൽ നമുക്കിത് ഫ്രീ ആയിട്ടും കിട്ടും കേട്ടോ. ഇങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് കൃഷിഭവന് ഇന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തരും. നാരകമൊക്കെ ഇഷ്ടം പോലെ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ധവിശ്വാസം കാരണം നാരകമൊന്നും ഞാൻ മേടിച്ചിട്ടൊന്നും വെച്ചില്ല കേട്ടോ. നാരകം വെക്കുന്നത് അത്ര സുഖമല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നാരകമില്ല കേട്ടോ. ഇവിടെ നാരകം ഞാൻ വെച്ചേ പിടിപ്പിച്ചിട്ടില്ല. വെച്ച് പിടിപ്പിച്ച് നോക്കണം, ഇത് നന്നാവുമോ എന്നറിയണം. അപ്പം നാരകം എനിക്കില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അന്നൊക്കെ ആ കിട്ടിയ നാരകമൊന്നും കളയണ്ടായിരുന്നു, എല്ലാം വെച്ച് പിടിപ്പിക്കണമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെ ഞാൻ വെക്കുന്ന വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.